Good morning all. Today first we write a program to find maximum of two numbers using function. Function user defined function use ചെയ്ത് രണ്ട് നമ്പേഴ്സിൻ്റെ മാക്സിമം കണ്ടുപിടിക്കുക. പ്രോഗ്രാം ഹാഷും കൂടി stdio.h. ഫസ്റ്റ് ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് മാക്സിമം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് കോമ ഇൻറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഫംഗ്ഷൻ നെയിം മാക്സിമം എന്നാണ്. ആ ഫംഗ്ഷനിലേക്ക് രണ്ട് വാല്യൂസും ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഇൻറ്റിജർ വാല്യൂസ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ടൈപ്പ് ഇൻറ്റ്, സെക്കൻഡ് ആർഗ്യുമെൻ്റ് ടൈപ്പ് ഇൻറ്റ്. ഈ രണ്ട് ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെയും ലാർജസ്റ്റ് കണ്ടുപിടിച്ചത് റിട്ടേൺ ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ റിട്ടേൺ ടൈപ്പും ഇൻറ്റ്. അതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇൻറ്റ് മാക്സിമം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് കോമ ഇൻറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. Then write the main program. O in main, opening bracket. Then declare the variables in main program. Int num1, num2, max, semicolon. Then read two numbers. Printf enter two numbers. Scanf %d, comma, and num1, and num2. Then call the function to find maximum of two numbers. രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്തു. ഇനി അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ ലാർജസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷനിലേക്ക് ഈ നം1 നം2 ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നു. ഫംഗ്ഷൻ അതിൻ്റെ ലാർജസ്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് മാക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വേരിയബിൾ നെയിം ഈക്വൽ ടു, ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ നെയിം മാക്സ് ആണ്. മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമം, അത് ഫംഗ്ഷൻ കോളാണ്. മാക്സിമം ഓപ്പണിംഗ് ബ്രാക്കറ്റ് നം1 നം2 ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഫംഗ്ഷൻ നെയിമും വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആണ്. മാക്സ് ഈസ് ഈക്വൽ മാക്സിമം ഓപ്പണിംഗ് ബ്രാക്കറ്റ് നം1 നം2 ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. മാക്സിമം ഫംഗ്ഷൻ നം1ൻ്റെ നം2ൻ്റെ ലാർജസ്റ്റ് വാല്യൂ ഏതാണോ ആ വാല്യൂ റിട്ടേൺ ചെയ്യും. അത് മാക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. പ്രിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു %d, മാക്സ്. ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ കോളും എഴുതി കഴിഞ്ഞു. ഇനി എഴുതേണ്ടത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഇൻറ്റ് മാക്സിമം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് എ ഇൻറ്റു ബി ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇവിടെ വേരിയബിൾ നെയിം വേണം, ആർഗ്യുമെൻറ്റ്സിൻ്റെ നെയിം ഇവിടെ വേണം. ഫംഗ്ഷൻ നെയിം മാക്സിമം, റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് മാക്സിമം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഇൻറ്റ് വേരിയബിൾ എ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഇൻറ്റ് വേരിയബിൾ ബി. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന മാക്സിമം നം1 നം2 എന്നാണ്. നം1ൻ്റെ വാല്യൂ എയിലേക്ക് കോപ്പി ചെയ്യും, നം2ൻ്റെ വാല്യൂ ബിയിലേക്കും കോപ്പി ചെയ്യും. അപ്പോൾ എ ബി വാല്യൂസ് കിട്ടി. ഇനി ആ എയുടെയും ബിയുടെയും ബി കമ്പയർ ചെയ്ത് ലാർജസ്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു ഇൻറ്റ് റിസൾട്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി റിസൾട്ട് ഈക്വൽ ടു എ. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് ലാർജർ വാല്യൂ എങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു എ, എൽസ് റിസൾട്ട് ഈക്വൽ ടു ബി. ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പം ലാർജസ്റ്റ് വാല്യൂ റിസൾട്ടിലേക്ക് വരും. റിസൾട്ട് റിട്ടേൺ ചെയ്യുക, റിട്ടേൺ റിസൾട്ട്. ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ടാണ് മാക്സിലേക്ക് അസൈൻ ചെയ്ത് മാക്സ് ഡിസ്പ്ലേ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്യുമ്പം കിട്ടുന്ന ഔട്ട്പുട്ട് എൻ്റർ ടു നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 10 and 20. എ 10 ബി 20 ആണ്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് റിസൾട്ട് ഈക്വൽ ടു ബി 20 എന്ന് വരും. എന്നിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്യും. ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു 20 എന്ന് ഔട്ട്പുട്ട് കിട്ടും. നെക്സ്റ്റ് പോർഷൻ റിക്കേർഷൻ. റിക്കേർഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷനാണ്. റിക്കേർഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ്. ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്ന പ്രോസസ് ആണ് റിക്കേർഷൻ. ഇവിടെ നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് മാക്സിമം എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തത്. റിക്കേർഷനിൽ അങ്ങനെയല്ല, ആ ഫംഗ്ഷൻ അതിനെ തന്നെ വീണ്ടും കോൾ ചെയ്യുന്നു. അതാണ് റിക്കേർഷൻ. ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുക, അത്തരം ഫംഗ്ഷനാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഫംഗ്ഷനുള്ളിൽ നിന്ന് തന്നെ ആ സെയിം ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുക, അതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. Recursion is often seen as an efficient method of programming since it requires the least amount of code to perform the necessary functions. Recursive function
നമുക്ക് എളുപ്പത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കുറവായിരിക്കും. റിക്കർഷൻ ചില പ്രോബ്ലംസ് നമുക്ക് റിക്കർസീവായിട്ട് എളുപ്പം എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. നമുക്കറിയാം n ഫാക്ടോറിയൽ ഈസ് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? സോ 4 ഫാക്ടോറിയൽ ഈസ് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ ഈസ് 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 ആണ്. n ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n ഫാക്ടോറിയൽ ഈസ് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. അപ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് ഒന്നുകൂടെ കോൾ ചെയ്യാം. അങ്ങനെ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ റിക്കർസീവ് മെത്തേഡാണ് എളുപ്പം. ഫോർ എ റിക്കർസീവ് ഫംഗ്ഷൻ ടു സ്റ്റോപ്പ് കോളിംഗ് ഇറ്റ് സെൽഫ് റിക്വയർ സം ടൈപ്പ് ഓഫ് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യാം. അതിപ്പം കോളിങ്ങിന് വരുമ്പോൾ ഇൻഫിനിറ്റ് കോളായി പോകാതിരിക്കാൻ ആ റിക്കർസീവ് കോള് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. അതിനൊരു കണ്ടീഷൻ കൊടുക്കണം. ഇവിടെ ഫാക്ടോറിയലിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം 0 ഫാക്ടോറിയൽ ഇസ് 1, 1 ഫാക്ടോറിയൽ ഇസ് ഓൾസോ 1. അപ്പോൾ ആ നമ്പർ റെഡ്യൂസ് ചെയ്ത് 0യോ 1ഓ എത്തുമ്പോൾ എന്ത് റിട്ടേൺ ചെയ്യണം? 1 റിട്ടേൺ ചെയ്യണം. Recursive functions are very useful to solve many mathematical problems, such as calculating the factorial of a number. അതുപോലെ ഫിബൊനാച്ചി സീരീസ് അല്ലെങ്കിൽ nth ടേം ഓഫ് ദ ഫിബൊനാച്ചി സീരീസ് ഡിസ്പ്ലേ ചെയ്യാൻ ചോദിച്ചാൽ അതിന് ഇതുപോലെ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. nth ടേം ഓഫ് ദ ഫിബൊനാച്ചി സീരീസ് ഇസ് fn is equal to fn-1 plus fn-2. അതും റിക്കർസീവ് ഫംഗ്ഷനായിട്ട് എഴുതാൻ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. പ്രോഗ്രാം ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫംഗ്ഷൻ. ഇവിടെ യൂസ് ചെയ്യുന്നത് റിക്കർസീവ് ഫംഗ്ഷനാണ്. പ്രോഗ്രാം #include stdio.h. റിക്കർസീവ് ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അത് ആദ്യം ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ ലോങ് ഇൻറ്റ് ഫാക്ടോറിയൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഫാക്ടോറിയൽ എന്നാണ് ഫംഗ്ഷൻ നെയിം. ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട നമ്പർ ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 5 ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. 10 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 10 ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അതൊരു ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ആർഗ്യുമെൻ്റ് ഇൻറ്റ് ആണ്. പക്ഷെ 10 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന കേസിൽ 10 ഫാക്ടോറിയലൊക്കെ ഒരു ലാർജ് ഇൻറ്റിജർ വാല്യൂ ആണ്. 10 സാധാ ഒരു സ്മോൾ ഇൻറ്റിജർ വാല്യൂ ആണെങ്കിലും 10 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 9 ഇൻറ്റു 10 അതൊരു ലാർജ് ഇൻറ്റിജർ വാല്യൂ ആണ്. അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് വേണം. അതുകൊണ്ടാണ് ഫാക്ടോറിയലിൻ്റെ റിട്ടേൺ ടൈപ്പ് ലോങ് ഇൻറ്റ് എന്ന് കൊടുക്കുന്നത്. ലോങ് ഇൻറ്റ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ലോങ് ഇൻറ്റ് വാല്യൂ ആണ്. ലോങ് ഇൻറ്റ് ഫാക്ടോറിയൽ വിതിൻ ദ ബ്രാക്കറ്റ് ഇൻറ്റ്. അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഇൻറ്റിജർ വേരിയബിൾ ആണ്. റൈറ്റ് ദ മെയിൻ പ്രോഗ്രാം void main ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഇവിടെ ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് നം സെമിക്കോളൻ ലോങ് ഇൻറ്റ് ഫാക്റ്റ്. വേറൊരു ലോങ് ഇൻറ്റ് വേരിയബിൾ കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ഫാക്റ്റ്. First, read the number. Printf enter the number to find factorial. Scanf percentage and num. Number reading. Num in the variable like number reading. Then call the function to find factorial of num. Num ന്റെ ഫാക്ടോറിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫാക്ടോറിയൽ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഫാക്ടോറിയൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് നം ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഫാക്ടോറിയൽ ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് ലോങ് ഇൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഫാക്റ്റ് ലോങ് ഇൻറ്റ് ആണ്. ഫാക്റ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് നം ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. അതാണ് ഫംഗ്ഷൻ കോൾ.
ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു, എന്നിട്ടത് ഡിസ്പ്ലേ ചെയ്യാം. പ്രിൻ്റ് ഓഫ് ഫാക്ടോറിയൽ ഓഫ് പെർസെൻറ്റേജ് ഈക്വൽ ടു പെർസെൻറ്റേജ് LD ആണ്. ലോങ്ങിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്ട്രിംഗ് പെർസെൻറ്റേജ് LD എന്നാണ്. സോ കോമ നം ഫാക്ട്. ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. നെക്സ്റ്റ് റൈറ്റ് ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ റിക്കർസീവ് ഫംഗ്ഷനാണ്. ലോങ് ഇൻറ്റ് ഫാക്ടോറിയൽ ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻറ്റ് n ഒരു ആർഗ്യുമെൻ്റേ ഉള്ളൂ, അത് n ആണ്. മിക്കവാറും റിക്കർസീവ് ഫംഗ്ഷനിൽ ആദ്യം എഴുതുന്ന സ്റ്റോപ്പ് ചെയ്യാനുള്ള കണ്ടീഷനാണ്. റിക്കർസീവ് ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യും. ആ കോളിങ് എപ്പോഴെങ്കിലും എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വേണം. അത് ആ റിക്കർസീവ് കോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ വേണം. അതിന് ആദ്യം എഴുതുന്ന സ്റ്റോപ്പിംഗ് കണ്ടീഷനാണ് കണ്ടീഷൻ ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 റിട്ടേൺ 1. എന്നിൻ്റെ വാല്യൂ 0യോ 1ഓ ആണെങ്കിൽ 0 ഫാക്ടോറിയൽ 1 ആണ്, 1 ഫാക്ടോറിയലും 1 ആണ്, അതുകൊണ്ട് റിട്ടേൺ 1. എൽസ് റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1. ഫാക്ടോറിയൽ ഓഫ് n-1 എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളാണ്. ഫാക്ടോറിയൽ ഫംഗ്ഷൻ n-1 വെച്ചിട്ട് കോൾ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഫാക്ടോറിയൽ ഓഫ് n എന്നാണ്. പിന്നെ കോൾ ചെയ്യുന്നത് n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1 n-1 വെച്ചിട്ട് കോൾ ചെയ്യും. അപ്പോൾ 4 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ ഫംഗ്ഷൻ 3 എന്ന വാല്യൂ വെച്ചിട്ട് കോൾ ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 3 കണ്ടുപിടിക്കുമ്പോൾ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് കോൾ ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 2 ഫംഗ്ഷൻ കോളാണ്. വീണ്ടും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആവും. ആ കണ്ടീഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് 1 റിട്ടേൺ ചെയ്യും. പിന്നെ 1 ഇൻറ്റു 2 കൊണ്ട് 2 ഫാക്ടോറിയൽ കിട്ടും 2. പിന്നെ 3 ഇൻറ്റു 2 ചെയ്തിട്ട് 3 ഫാക്ടോറിയൽ കിട്ടും 6. പിന്നെ 4 ഇൻറ്റു 6 ചെയ്ത് 4 ഫാക്ടോറിയലും കണ്ടുപിടിക്കും. അതാണ് റിക്കർസീവ് ഫംഗ്ഷൻ. എഴുതാൻ എളുപ്പമുള്ളൊരു ഫംഗ്ഷനാണ് റിക്കർസീവ് ഫംഗ്ഷൻ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നല്ലത് റിക്കർസീവ് ഫംഗ്ഷനാണ്. ഈ റിക്കർസീവ് ഫംഗ്ഷന് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ കുറവാണ്. നെക്സ്റ്റ് സ്റ്റോറേജ് ക്ലാസ്സസ്. Storage classes are used to describe the features of a variable or function. വേരിയബിളിൻ്റെ ഫീച്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോറേജ് ക്ലാസ്സസ്. സ്റ്റോറേജ് ക്ലാസ് റെഫേഴ്സ് ടു ദ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ആൻഡ് ദ സ്കോപ്പ് വിത്തിൻ ദ പ്രോഗ്രാം. ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈമും സ്കോപ്പും ഇത് രണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. Scope of the variable. We can define scope as a section or region of a program where a variable has its existence. Moreover, that the variable cannot be used or accessed beyond that region. ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ ഏത് റീജിയനിൽ നിന്ന് ആക്സസ് ചെയ്യാം, ഏത് റീജിയനിൽ ആ വേരിയബിൾ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ സ്കോപ്പ്. നമ്മളിപ്പോൾ മെയിൻ പ്രോഗ്രാമും പഠിച്ചു, ഫംഗ്ഷൻ പഠിച്ചു. മെയിൻ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് അതിനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫംഗ്ഷനിൽ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, അത് ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആ ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷനുള്ളിൽ ആ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ലൈഫ് ടൈം ഓഫ് ദ വേരിയബിൾ ഈസ് എ ടൈം പീരിയഡ് ഇൻ വിച്ച് വേരിയബിൾ ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ മെമ്മറി. ആ വേരിയബിൾ പ്രോഗ്രാമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന ടൈം പീരിയഡ്, അതാണ് ലൈഫ് ടൈം ഓഫ് ദ വേരിയബിൾ. എ വേരിയബിൾ ഇൻ സി ക്യാൻ ഹാവ് എനി വൺ ഓഫ് 4 സ്റ്റോറേജ് ക്ലാസ്സസ്. 4 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. ഓട്ടോമാറ്റിക് വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ് ആൻഡ് രജിസ്റ്റർ വേരിയബിൾസ്. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക് വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ് ആൻഡ് രജിസ്റ്റർ വേരിയബിൾസ്. ഓട്ടോമാറ്റിക് വേരിയബിൾസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നതാണ്
automatic variables. Automatic variables are declared inside a function or block and they are local to the function or block in which they are declared. Automatic variables തന്നെയാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിൾസ് ആണ്. നമുക്കൊരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് എഴുതാം. ആ ഫംഗ്ഷനുള്ളിലെല്ലാം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ആ ഫംഗ്ഷനുള്ളിൽ അല്ലെങ്കിൽ ബ്ലോക്കിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനാണ് ലോക്കൽ വേരിയബിൾസ് ഓർ ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ദേ ആർ ക്രിയേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് ആൻഡ് ഡിസ്റ്റോർഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഫംഗ്ഷൻ ഈസ് എക്സിറ്റഡ്. ഓട്ടോമാറ്റിക് വേരിയബിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യില്ല, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യും. ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. A variable declared inside the function or block is an automatic variable. We may also use the keyword auto to declare automatic variables explicitly. ഓട്ടോ കീവേഡ് വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയബിൾസിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓട്ടോ കീവേഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക് വേരിയബിൾസ് തന്നെയാണ്. Scope local to the block in which variable is defined. ഓട്ടോമാറ്റിക് വേരിയബിൾസിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ മാത്രമായിരിക്കും. ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വരുന്ന ഫംഗ്ഷനിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫംഗ്ഷനാണ് അതിൻ്റെ സ്കോപ്പ്. ലൈഫ് ടൈം ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ടൈം. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ്റെ ടൈമാണ്. ലൈഫ് ടൈം ദ കൺട്രോൾ റിമൈൻസ് വിത്തിൻ ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. കൺട്രോൾ എത്ര സമയം ആ ഫംഗ്ഷനുള്ളിൽ ഉണ്ടാവുന്നു അത്രയും അതാണ് അതിൻ്റെ ലൈഫ് ടൈം. ഫംഗ്ഷൻ ഡെഫിനിഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ആ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ അതാണ് അതിൻ്റെ ലൈഫ് ടൈം. നെക്സ്റ്റ് സ്റ്റാറ്റിക് വേരിയബിൾസ്. സ്റ്റാറ്റിക് വേരിയബിൾസ് ഹാവ് എ പ്രോപ്പർട്ടി ഓഫ് പ്രിസർവിംഗ് ദെയർ വാല്യൂ ഈവൺ ആഫ്റ്റർ ദേ ആർ ഔട്ട് ഓഫ് ദെയർ സ്കോപ്പ്. അതിൻ്റെ സ്കോപ്പ് ഒരു ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ സ്കോപ്പ് ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് ലൈഫ് ടൈം എന്ന് പറയുന്നത് എൻ്റെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങി ഫംഗ്ഷൻ കോൾ ചെയ്തു, ഫംഗ്ഷനുള്ളിൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്താൽ അത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ എൻഡ് ചെയ്യുന്നവരെ, എൻ്റെ പ്രോഗ്രാം എക്സിക്യൂഷൻ എൻഡ് ചെയ്യുന്നവരെ അതിന് ലൈഫ് ഉണ്ടായിരിക്കും. സ്കോപ്പ് ഏത് ഫംഗ്ഷനുള്ളിലാണോ സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അത്രേ സ്കോപ്പ് ഉള്ളൂ. Static variables have the property of preserving their value even after they are out of their scope. Static variable scope local to the block in which the variable is defined. അത് ഓട്ടോമാറ്റിക് വേരിയബിൾസ്, സോ ലോക്കൽ വേരിയബിൾസ് പോലെ തന്നെയാണ് അതിൻ്റെ സ്കോപ്പ്. ലൈഫ് ടൈം വാല്യൂ ഓഫ് ദ വേരിയബിൾ പേഴ്സസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ കോൾസ്. അത് താഴെ വരുന്ന പല ഫങ്ഷൻസ് കോൾ ചെയ്യും. അപ്പോഴൊക്കെ ഇതിന് ലൈഫ് ടൈം ഉണ്ട്. ആ ഓട്ടോമാറ്റിക് വേരിയബിൾസ് പോലെ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിസ്ട്രോയ് ചെയ്യില്ല. പ്രോഗ്രാം എക്സിക്യൂഷൻ തുടരുന്ന എത്രയും സമയം അതിന് ലൈഫ്, സ്റ്റാറ്റിക് വേരിയബിൾസിന് ലൈഫ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് വേരിയബിൾസ് ഒരു തവണ ഇനിഷ്യലൈസ് ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ആ പ്രീവിയസ് വാല്യൂ യൂസ് ചെയ്യാം. ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റാറ്റിക് വേരിയബിൾസിന് സ്കോപ്പ് ആ ഫംഗ്ഷൻ മാത്രമായിരിക്കും. ഫംഗ്ഷനുള്ളിൽ നിന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എൻ്റെ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം ആയിരിക്കും. എക്സ്റ്റേണൽ വേരിയബിൾസ് ഓർ ഗ്ലോബൽ വേരിയബിൾസ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഗ്ലോബൽ വേരിയബിൾസ്. മെയിൻ പ്രോഗ്രാമിനൊക്കെ മുമ്പായിട്ട് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അതാണ് ഗ്ലോബൽ വേരിയബിൾസ്. അപ്പോൾ അത് അത്തരം വേരിയബിൾസ് മെയിൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം, താഴെ വരുന്ന ഫംഗ്ഷനിലും യൂസ് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് എൻ്റെ പ്രോഗ്രാമായിരിക്കും അതിൻ്റെ സ്കോപ്പ്. അതുപോലെ തന്നെ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് പ്രോഗ്രാം എവിടെ അത് ക്രിയേറ്റ് ചെയ്തു, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. അതിന് ഡിക്ലറേഷനിലെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ എൻ്റെ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം വരെ അതിന് ലൈഫുണ്ട്. Variables that are both alive and active throughout the entire program are known as global variables or external variables. Unlike the local variables, global variables can be accessed by any function in the program. Global variables നമുക്ക് ഏത് ഫംഗ്ഷനിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. എൻ്റെ പ്രോഗ്രാമാണ് അതിൻ്റെ സ്കോപ്പ്. ലോക്കൽ വേരിയബിൾസ് ആണെങ്കിൽ ഏത് ഫംഗ്ഷനുള്ളിൽ അത് ഡിക്ലെയർ ചെയ്യുന്നു ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലോബൽ വേരിയബിൾസ് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യും, എന്നിട്ടാണ് മെയിൻ പ്രോഗ്രാം എഴുതുന്നത്. അതുകൊണ്ട് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് യൂസ് ചെയ്യാം, താഴെ വരുന്ന ഫംഗ്ഷനിലും അത് യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ വേരിയബിൾസ് ആർ ഡിക്ലെയർ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. നെക്സ്റ്റ് രജിസ്റ്റർ വേരിയബിൾസ്. രജിസ്റ്റർ വേരിയബിൾസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. രജിസ്റ്റർ വേരിയബിൾസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില വേരിയബിൾസ് നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അതിനാണ് രജിസ്റ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത്. മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ അത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ ഉള്ളൊരു ടൈം എടുക്കും. രജിസ്റ്ററിൽ തന്നെയാണെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ കൂടുതൽ ഫാസ്റ്റ് ആക്കും. We can tell the compiler that a variable should be kept in one of the machine registers instead of keeping in memory where normal variables are stored. സാധാരണ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. പക്ഷെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കമ്പൈലറിനോട് ഒരു വേരിയബിളിനെ രജിസ്റ്റർ സ്റ്റോർ ചെയ്യാനായിട്ട് പറയാം. അതിന് അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് രജിസ്റ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത്. സിൻസ് എ രജിസ്റ്റർ ആക്സസ് is much faster than a memory access, keeping a frequently accessed variables in register will lead to faster execution of programs. A typical application of register storage class is loop counters, which get used a number of times in a program. നമ്മളൊരു പ്രോഗ്രാമിൽ കൂടുതൽ തവണ യൂസ് ചെയ്യുന്ന ലൂപ്പിൻ്റെ കൺട്രോൾ വേരിയബിൾ ആണ്. അപ്പോൾ അത് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫാസ്റ്റ് ആവും. സാധാരണ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയിലാണ്. ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട വേരിയബിൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ കൂടുതൽ ഫാസ്റ്റ് ആവും. മെമ്മറി ആക്സസിനേക്കാളും ഈസിയാണ് രജിസ്റ്ററിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത്. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ട് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത്. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന വേരിയബിൾസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്, കാരണം നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് കുറവാണ്. അങ്ങനെയുള്ള വേരിയബിൾസിനാണ് രജിസ്റ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത്. So these are the storage classes. Automatic variables, static variables, external variables and register variables. Types of variables പഠിച്ചപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറേജ് ക്ലാസ്സിലാണ് ആക്ച്വലി ഇത് വരുന്നത്. ഓട്ടോമാറ്റിക് വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ് ആൻഡ് രജിസ്റ്റർ വേരിയബിൾസ്.